ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളും കൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള പെൻ സ്റ്റാൻഡ് കം ഒരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കുന്നത് ക്ലേ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാനും അല്ലിക്കുട്ടി സൺചേട്ടനും നാട്ടിലേക്ക് പോവാണ്. സൺചേട്ടൻ നേരെ ബാംഗ്ലൂരേക്കും ഞങ്ങൾ നാട്ടിലേക്കും പോവാണ്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അബുദാബിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദുബായിൽ നിന്ന് ഇവമത്തുത്ത മോളിൽ നിന്ന് ബസ് കയറി നമ്മൾ അബുദാബിയിലെത്തി. പിന്നെ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ അങ്ങനെ ഫൈനലി ഫ്ലൈറ്റ് കയറി. അപ്പം ഇനി ബാക്കിയിട്ട് നാട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊരു ഡസ്റ്റ് ഡെക്കോറാണിത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ എയർ ഡ്രൈ ക്ലേ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. നല്ല കട്ടിക്ക് പരത്തണം. എന്നിട്ട് ഇതുപോലെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സർക്കിൾ പോരാ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ സൈസിൽ തന്നെ ഒരു സർക്കിളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷേപ്പ് കറക്റ്റായിട്ട് വരാനോ ഒന്നിന് മേലെ ഒന്ന് വെച്ചിട്ട് ചെയ്തത് കണ്ടില്ലേ, ഇത്രയും കട്ടിയുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതേ കട്ടിയിൽ തന്നെ നമ്മൾ ഇതുപോലെ നീളത്തിന് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ചെറിയ വിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് നമ്മുടെ ഈ രണ്ട് സർക്കിളിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം അതും നല്ല കട്ടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അപ്പോൾ വെള്ളം ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ചെറിയ വയറ് പോലത്തെ സ്ട്രിപ്പ് ക്ലേയിൽ ഉരുട്ടിയെടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ബലം കിട്ടും. അപ്പോൾ പറ്റുന്നിടത്തൊക്കെയല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറകിലെ പീസും അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിലൊക്കെ വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച് ചെയ്യാനും നമ്മൾ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു മെയിൻ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യൂട്ട്നെസ് കൊടുക്കാനായിട്ട് നമ്മളൊരു പിഗിനെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിഗിന് ചെവിയും കണ്ണും മൂക്കും ഒക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് ഒരേ സൈസിനുള്ള ബോൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ക്ലേ മോഡലിംഗ് ടൂളാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് കയ്യിലുള്ള പെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെ ഒന്ന് നമ്മുടെ ഈ ചെവിയുടെ ഷേപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം വെച്ച് തന്നെ നമ്മുടെ മെയിൻ പീസിലേക്ക് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ സൈഡിലൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ഒരു ചെറിയ ക്ലേയുടെ ഒരു സ്ക്വയർ ഇതിൻ്റെ ഇടയ്ക്ക് ഫിക്സ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ എല്ലായിടത്തും ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കൈ വെച്ചിട്ട് ഒരുപാട് പുഷ് ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതെല്ലാം ഉണങ്ങാതെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ പീസ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഈ ക്ലേയിൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത നമ്മളത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരുവിധപ്പെട്ട സാധനങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ കണ്ണിനായിട്ട് രണ്ട് വലിയ സർക്കിളും രണ്ട് ചെറിയ സർക്കിളും എടുത്ത് തമ്മിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ മെയിൻ പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മളിനി അതിൻ്റെ മൂക്കുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അതിനായിട്ട് ഇതുപോലൊരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പെന്നിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് രണ്ട് ഹോൾസും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് സ്മൂത്തൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അധികം കട്ടിയില്ലാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ വെള്ളം വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് എഡ്ജസൊക്കെ അതിലേക്ക് കറക്റ്റ് ഫിക്സായി വരുന്ന രീതിയിൽ ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മൾ ഉണങ്ങും മുമ്പുള്ളത്. അത് കഴിഞ്ഞ് 24 hours കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ജസ്റ്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്താലും കറക്റ്റായിട്ട് നമുക്ക് പെയിൻറ്റ് നല്ല ബ്രൈറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതിന് നല്ല പിങ്ക് ഷെയ്ഡ്, നമ്മുടെ പിങ്കിൻ്റെ പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഡാർക്കറായിട്ടുള്ള ഒരു പിങ്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കളേഴ്സൊക്കെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിങ്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഐസിന് ബ്ലാക്കും വൈറ്റും ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ പിഗ് പെൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. കാർട്ടൂൺസിൻ്റെയൊക്കെ ഒരു പവറാണ്. നമ്മൾ പിഗിനെയൊക്കെ പണ്ട് ഡേർട്ടി ആയിട്ട് കണ്ടെങ്കിൽ ഇപ്പോൾ അവരൊക്കെ ഭയങ്കര ക്യൂട്ടാണല്ലേ, കൊക്കോമെലോണിലൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫൈനൽ ഒരു വാർണിഷിൻ്റെ കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പകരം റെസിനാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പിഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.